കഴിഞ്ഞ ദിവസം പല പ്രിയപ്പെട്ടവരും ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈ ബൈബിൾ ക്വിസിൽ ആദ്യം ഉത്തരം വയ്ക്കുന്ന 10 പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 10 പേർ അയച്ചതിന് ശേഷം നിങ്ങൾ ശരി ഉത്തരമാണ് അയക്കുന്നതെങ്കിൽ പോലും വിജയികളുടെ പട്ടികയിലേക്ക് നിങ്ങൾ വരുന്നില്ല. അതെല്ലാവരും അറിഞ്ഞിരിക്കുക. ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം 10 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയതെങ്കിലും 9 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ഒരു ചോദ്യം വിട്ടുപോയി. എങ്കിലും ദൈവവചന പഠനത്തിനായിട്ട് ആ 10 ചോദ്യങ്ങളുടെ ചോദ്യവും ഉത്തരവും ഞാനിന്ന് പറയുകയാണ്. നമ്മുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ മാത്രം കാണുന്ന ഒരു വാക്ക് ഈ പുസ്തകത്തിലും കാണാം. എത്ര പ്രാവശ്യം? വാക്ക് ഏതാണ്? ഉത്തരം ഇതാണ്: സേല. 3 പ്രാവശ്യമാണ് കാണുന്നത്. 3×3, 3×9, 3×13. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: വേഗതയും ഉഗ്രതയുമുള്ള മൃഗം ഏതാണ്? ഉത്തരം ഇതാണ്: കുതിരകൾ. ഹബക്കുക്കിൻ്റെ പ്രവചനം 1:8. മൂന്നാമത്തെ ചോദ്യം: വിശ്വാസപാതകൻ ആരാണ്? ഉത്തരം വീഞ്ഞ്. 2:5. നാലാമത്തെ ചോദ്യം: മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു. ആർക്കാണ്? ഉത്തരം: കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ചു കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന്. 2:15. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂമിയെ പിളർക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: നദികളാൽ. 3:9. ഏഴാമത്തെ ചോദ്യം: ഉപദേശിക്കുകയില്ല ഏത്? ഉത്തരം: മരവും ഊമക്കല്ലും. 2:19. എട്ടാമത്തെ ചോദ്യം: പ്രവാചകൻ ദൈവത്തെ ഒരു വാക്യത്തിൽ തന്നെ വിളിക്കുന്ന 2 പേരുകൾ വിളിക്കുന്നു. വാക്യം ഏതാണ്? പേരുകൾ ഏതാണ്? ഉത്തരം ഇതാണ്: ഹബക്കുക്ക് 1:12 കാണുന്ന പരിശുദ്ധൻ എന്നും പാറ എന്നും. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ കാണുന്ന 3 പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: ഹബക്കുക്ക് 3:17 കാണുന്ന അത്തി, മുന്തിരി, ഒലിവ്. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: ദർശനം എങ്ങനെ എഴുതുവാനാണ് ദൈവം പറഞ്ഞത്? ഉത്തരം: ഹബക്കുക്ക് 2:2 കാണുന്നു: നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക. ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അയച്ച 10 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം. രണ്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ അനു ജോർജ് കെ. മൂന്നാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാറാമ്മ ജോസഫ്. നാലാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡാലി ജെ. അഞ്ചാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിസി വിൻസെൻറ്റ്. ആറാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ രജനി എസ്. ഏഴാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ മേരി പൗലോസ്. എട്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജിസ്റ്റിൻ. ഒൻപതാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ പൊന്നമ്മ രാജു. പത്താമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റിജിമോൾ. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ സഫന്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കഷ്ടത മനുഷ്യനെ വരുത്തുന്നത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: കഷ്ടത മനുഷ്യന് വരുത്തുന്നത് എന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം: കടൽക്കരയിൽ താമസിക്കുന്നവർ ആരാണ്? കടൽക്കരയിൽ താമസിക്കുന്നവർ ആരാണ്? മൂന്നാമത്തെ ചോദ്യം: അല്പബുദ്ധികൾ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: അല്പബുദ്ധികൾ ആരാണ്? നാലാമത്തെ ചോദ്യം: തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവും ആയിത്തീരും ആരാണ്? നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവുമായിത്തീരും ആരാണ്? അഞ്ചാമത്തെ ചോദ്യം: ശിക്ഷ വരുന്നത് ആർക്കൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ശിക്ഷ വരുന്നത് ആർക്കൊക്കെയാണ്?
ആറാമത്തെ ചോദ്യം, പതിർ പോലെ പാറിപ്പോകുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, പതിർ പോലെ പാറിപ്പോകുന്നത് എന്താണ്? ഏഴാമത്തെ ചോദ്യം, അഹങ്കാരവും ആഹ്ലാദവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അഹങ്കാരവും ആഹ്ലാദവും ചേർന്ന് കാണുന്ന ഒറ്റപ്പദം അല്ലെങ്കിൽ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? നമ്മുടെ ഈ ചോദ്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. മറ്റൊരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. ട്രിക്കി ചോദ്യങ്ങൾക്ക് നമ്മൾ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആ റെഫറൻസ് കൂടി എല്ലാവരും ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത വരുന്ന 2 ട്രിക്കി ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് പുസ്തകങ്ങളുടെ റെഫറൻസ് കൂടി ഉൾപ്പെടുത്തുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എട്ടാമത്തെ ചോദ്യം, ആദ്യ 2 അക്ഷരവുമായി ബന്ധപ്പെട്ട് അനേക വാക്കുകൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അവസാന 2 അക്ഷരം കേരളീയ വിവാഹങ്ങളിൽ മുഖ്യ സ്ഥാനമുള്ള ഒന്ന്. എന്നാൽ ഈ വാക്ക് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യ 2 അക്ഷരവുമായി ബന്ധപ്പെട്ട് അനേക വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളിൽ അനേക വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ മറ്റു വാക്കുകളിൽ 1-2 വാക്കെങ്കിലും എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളത് പഠിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു എന്നറിയുവാൻ വേണ്ടി മാത്രമാണ്. റെഫറൻസ് എഴുതിയില്ലെങ്കിലും ആ വാക്കിനോട് അനുബന്ധിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച വാക്കുകൾ ഒന്ന് എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവസാന 2 അക്ഷരം കേരളീയ വിവാഹങ്ങളിൽ മുഖ്യ സ്ഥാനമുള്ള ഒന്നാണ്. എന്നാൽ ആ വാക്ക് ഏതാണ്? 9ാമത്തെ ചോദ്യം ഇതാണ്, 5 അക്ഷര വാക്ക്. ചില ധ്വനികൾ ഇവിടെ കേട്ടതായി പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒരു അത്ഭുതവുമായി ആദ്യ വാക്കിന് ബന്ധമുണ്ട്. അവസാന 3 അക്ഷര വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു അപകടം നടന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പുതിയ നിയമത്തിലെ 2 ക്ലൂവിന് നിങ്ങൾ റെഫറൻസ് കണ്ടെത്തണം. ആ റെഫറൻസ് കൂടി എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു, 5 അക്ഷര വാക്ക്. ചില ധ്വനികൾ ഇവിടെ കേട്ടതായി പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒരു അത്ഭുതവുമായി ആദ്യ വാക്കിന് ബന്ധമുണ്ട്. അവസാന 3 അക്ഷര വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു അപകടം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അപകടം നടന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ആരാണ്? ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. 9 ചോദ്യങ്ങളേ ഉള്ളൂ. ഇന്നും 10 ചോദ്യങ്ങളെന്ന് കരുതി 9 ചോദ്യങ്ങളെ തയ്യാറാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുക. ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്ക് കൂടി ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും ദൈവം നമ്മെ അവിടുത്തെ ചിറകടിയിൽ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.